നമുക്ക് ലൈഫിൽ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും വേണമെന്ന് ഞാൻ ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു 7th-ലോ 8th-ലോ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ നിന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവർ പറഞ്ഞൊരു എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു 10 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ബസ്സിന് ഇറങ്ങി, എന്തോ കാരണവശാൽ ആ ബസ് നമുക്ക് മിസ്സായി. ഓക്കെ, നമ്മളപ്പോൾ അവിടെ ഭയങ്കര പാനിക്കായിരിക്കും. ഈ ബസ് മിസ്, എനിക്ക് കറക്റ്റ് 10 മണിക്ക് അവിടെ എത്തണം, സോ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സംഭവമായിരിക്കും. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ എന്താ കാര്യത്തിൽ നമ്മൾ പോകാം, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ 2 രീതിയിൽ ചിന്തിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കത് കുറച്ച് വർക്കൗട്ട് ആവാറുണ്ട്. നമ്മൾ ഈ ഒരു കാര്യത്തിനാണ് പോകുന്നത്, ഇത് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇൻ കേസ് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാക്കപ്പ് പ്ലാൻ ആണ് അത് വരുന്നത്. സോ അങ്ങനെ എല്ലാ ഒരു കാര്യത്തിനും ഇങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ പാനിക് ആവുന്ന സിറ്റുവേഷൻ ഒന്ന് കുറയ്ക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു പെങ്കൊച്ചെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ആ കൊച്ചു ഇഷ്ടമല്ല, അപ്പൊ തന്നെ അടുത്ത പെങ്കൊച്ച്, അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് നമ്മുടെ ജോബിന് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, ആ ഒരു ഇന്റർവ്യൂ കിട്ടിയില്ല, നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോലെ, അതല്ലാതെ ബാക്കപ്പ് പ്ലാൻ. ഓക്കെ, വേറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, അതെല്ലാം തന്നെ ഒരു ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ വീഴുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനും കൂടി എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഴുന്നതിന്റെ ആഘാതം കുറച്ചുകൂടി കുറയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്റെ തികച്ചും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ.